ഓരോ ഓർമ്മ പുസ്തകങ്ങളാക്കി മാറ്റുന്നത് എന്തായിരിക്കാം? ചിലപ്പോൾ നമ്മളെ സ്നേഹിച്ച ചില മനുഷ്യരായിരിക്കാം, അല്ലെങ്കിൽ അവർ നമുക്കായി കരുതി വെച്ച ചില അടയാളങ്ങളായിരിക്കാം. ഓർഹാൻ പാമുക്കിന്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്ന നോവലിൽ കെമാൽ എന്ന കാമുകൻ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഫുസൂൺ എന്ന പെൺകുട്ടിക്കായി ഒരു മ്യൂസിയം തന്നെയാണ് പണിയുന്നത്. അവൾ വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റികളും അണിഞ്ഞിരുന്ന കമ്മലുകളും വരെ അയാൾ അവിടെ ചേർത്ത് വെക്കുന്നു. പുറം ലോകത്തിന് അതൊക്കെ വെറും പാഴ്വസ്തുക്കളായിരിക്കാം, പക്ഷേ പ്രണയിക്കുന്ന ഒരാൾക്ക് ആ ഭൂതകാലം സത്യമായിരുന്നു എന്നതിൻ്റെ ഏക തെളിവ് അവ മാത്രമാണ്. സത്യത്തിൽ നമ്മളിൽ പലരും ജീവിക്കുന്നത് ഇത്തരമൊരു നിശബ്ദ മ്യൂസിയവും നെഞ്ചിലേറ്റിക്കൊണ്ടല്ലേ? നമ്മുടെയൊക്കെ മേശവലിപ്പുകളിലോ അലമാരയുടെ കോണുകളിലോ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചിലതുണ്ടാകും. നിറം മങ്ങിയ ഒരു സിനിമാ ടിക്കറ്റ്, പേര് മാഞ്ഞുപോയൊരു പേന, വർഷങ്ങളായി നിലച്ചുപോയ ഒരു പഴയ വാച്ച്, അല്ലെങ്കിൽ ഒരു പുസ്തകത്താളിനുള്ളിൽ ഉണങ്ങിപ്പിടിച്ച മയിൽപ്പേലി. എന്തിനാണ് ഈ വസ്തുക്കളെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്നത്? ആ മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയെങ്കിലും അവരുണ്ടായിരുന്ന ആ നല്ല നാളുകളെ പൂർണ്ണമായി വിട്ടുകളയാൻ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ടാകാം. ഈ അടയാളങ്ങളൊക്കെ ഒരുതരം നങ്കൂരങ്ങളാണ്, ഒരു കാലത്ത് അനുഭവിച്ച സന്തോഷത്തിലേക്കും പ്രതീക്ഷകളിലേക്കും നമ്മെ തിരികെ കെട്ടിയിടുന്ന നങ്കൂരങ്ങൾ. പ്രണയവും വിരഹവും ഒക്കെ വെറും ഒരു വികാരമല്ല, അതൊരു വലിയ നിർമ്മിതിയാണെന്ന് പാമുക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മെ തനിച്ചാക്കി പോയവർക്കായി മനസ്സിൽ പണിയുന്ന വലിയ സ്മാരകങ്ങൾ. അവർ നമ്മുടെ പേര് പോലും മറന്നുപോയേക്കാവുന്ന കാലത്തും നമ്മൾ ആ ഇടനാഴികളിലൂടെ തനിച്ച് നടക്കുകയായിരിക്കും. ഇങ്ങനെയൊരു ഭാരം ഉള്ളിൽ കൊണ്ടു നടക്കുക എന്നത് ഒരു മനോഹരമായ വേദനയാണ്. ഒരിക്കലും ആ പഴയ കാലത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്നറിയാം, എങ്കിലും ആ നഷ്ടപ്പതിപ്പുകൾ കൈവെള്ളയിൽ വെച്ച് തലോടുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ, അതിനു വേണ്ടിയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ജീവിക്കുന്നത്. നമ്മളും ഒരു തരത്തിൽ കെമാലിനെ പോലെയാണ് കഴിഞ്ഞു പോയ കാലത്തിൻ്റെ പുകച്ചുരുളുകളിൽ നിന്ന് പഴയ സുഗന്ധം തിരിയുന്ന ചില മനുഷ്യർ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.